ഇന്നത്തെ വലിയ തിരക്കൊന്നുമില്ല, അധികം തിരക്കില്ലാതെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോകുന്നത്. ഇഷ്ടംപോലെ അല്ല നമുക്ക് ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടല്ലേ, വലിയ തിരക്കില്ലല്ലോ. ഗൈസ് ഇവരെല്ലാം പുതിയായിട്ട് പൊതിക്കെട്ടെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഗൈസ് ഞാൻ നോമ്പായതുകൊണ്ട് നല്ല കുട്ടിയായതുകൊണ്ട് ഞാൻ 2 പൊറോട്ടയും മുട്ടക്കറിയും ആക്കി. ഈ സത്യക്രിസ്ത്യാനികൾക്കൊന്നും നോമ്പില്ല ഗൈസ്, ഞങ്ങൾക്ക് 2 പേർക്ക് നോമ്പുള്ളൂ. ഗൈസ് അതുപോലെ തന്നെ സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ വണ്ടികളിൽ കയറുമ്പോൾ നല്ല നല്ല കോഴിക്കടകൾ കാണാറുണ്ട്. ഞങ്ങൾക്കൊന്നും കളക്ഷൻസ് കിട്ടിയില്ല, അത് സങ്കടമുണ്ടോ? ഇപ്പൊ കയറിയ ഇതിനകത്തൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഇങ്ങനെ കോഴി ആവാറില്ല, കാരണം ബ്രേക്കപ്പിലാണ്. ഞാൻ പ്രണയത്തിലാണ്. ഞങ്ങൾ രണ്ടുപേരും സെർച്ചിങ്ങിലാണ്. അവിടെ ഒടുക്കത്തെ സെർച്ച് ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. അതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഡിഫറെന്റ് പല തരങ്ങളാണ്. അവിടെ വേണ്ടായി വളരെ താല്പര്യം, ആൾക്ക് എന്നെ കെട്ടണം എന്നാണ് ആഗ്രഹം. അവള് പറയാ ഞാനൊരാണ് അവളെ കെട്ടിയത്. പോയോ? പിന്നെ ഇവിടെ ഒരാൾ ബ്രേക്കപ്പിലാണ്, ഞങ്ങൾ 2 സിംഗിൾസ് ആണ്. കൂടെ കണ്ട കോഴികളുടെ കഥയാണ് പറയുന്നത്. ഇന്ന് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന ട്രെയിൻ നല്ലതായിരുന്നു, പക്ഷെ ഇപ്പൊ പോകുന്ന ട്രെയിൻ ഒന്നുമില്ല. ഞാൻ പലതവണ ശ്രദ്ധിച്ചു, വഴി കൂടെ ഒരു പുരുഷന്മാരെ പോലും നിരത്തിലൂടെ വിടാൻ LG സമ്മതിച്ചിട്ടില്ല. ഓൺലി ഇംഗ്ലീഷ് പീപ്പിൾ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് സുന്ദരമായ പച്ചക്കള്ളം കേസ് അമിത ഇന്ന് ആരെങ്കിലും ഒരിക്കലില്ല. അമിതയ്ക്ക് ഓൾറെഡി അഗാധമായി സ്നേഹിക്കുന്ന അയാളെ മാത്രം ഉള്ള ചിന്തകൾ മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങൾക്ക് ആരുമില്ല, അതുകൊണ്ട് എന്താടാ ആൻമരിയുടെ അഭിപ്രായം? ആൻമരിക്ക് ഇത്തിരി നാടാണ് മറ്റുള്ളവർ. എനിക്ക് വേറൊരു കാര്യം പറയൂ. കഴിഞ്ഞ ട്രെയിനിൽ ഒരു ഷുഗർ ചേട്ടൻ പഞ്ചസാര അച്ഛന് ഞങ്ങൾ ഞാനല്ല ഇവൾ ഈ ബ്രേക്കപ്പിൽ ഇരിക്കുന്ന ഈ തെണ്ടി നോക്കുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ്സ് ഞാൻ നോക്കിയില്ല, എനിക്ക് താല്പര്യമില്ല. അതെ, അമിതയ്ക്ക് ഇതിൽ പറയാനുണ്ടോ? മാംഗോ കേക്ക് ഉണ്ടായിരുന്നു. മാംഗോ കേക്ക് നല്ല കേക്ക് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. ഞാൻ ഒരുപാട് അങ്ങോട്ട് എക്സാക്ട് ചെയ്ത് പ്രകടിപ്പിക്കുന്നില്ല, കാരണം നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എനിക്ക് അറിയായിരുന്നു. എന്തെങ്കിലും കഴിയുന്നു നിങ്ങൾക്ക് വരാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു വമ്പൻ സർപ്രൈസ് അവള് കണ്ടു തുറക്കുന്നില്ല. സർപ്രൈസ് ആയിരുന്നു. ഞാൻ എല്ലാവരും അത് പറയും. ബർത്ത്ഡേ വരുമ്പോൾ എന്നെ അറിയാവുന്ന എല്ലാവരും പറയൂ. സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടം. നമ്മള് സർപ്രൈസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ റിയാക്ഷൻ ഒക്കെ കാണാനായിട്ട്. അതെ, ഞങ്ങള് ഈ തെണ്ടീനെ വിളിച്ചു, പക്ഷെ ഇവള് വന്നില്ല. കഴിഞ്ഞ വർഷം എനിക്കറിയില്ല, ചില സാങ്കേതിക തകരാറുകൾ കാരണം. ഗൈസ് ഞാൻ അങ്ങേ മൂലയിൽ ഒരു സുന്ദരനെ എന്റെ കണ്ടടക്കം. എനിക്ക് അവനൊന്ന് വീഴ്ത്തണമെന്നുണ്ട്. അല്ല, കാട്ടു കോഴി അങ്ങ് സുന്ദരനല്ല. ഇങ്ങോട്ട് കളക്ഷൻസ് ഒന്നും ആരും അങ്ങ് ഇറങ്ങുന്നില്ല. ഈ കുട്ടി കമ്മിറ്റഡ് ആയതുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ വായി നോക്കുന്ന ഒരാളാണ്. അല്ല, വായി നോക്കുന്ന ഒരാളല്ല. ബട്ട് ഇവിടെ നോക്കിയല്ല ഇപ്പൊ തീരെ. അതെ, ഞങ്ങളിപ്പോ പാതിരാത്രി 12 മണിയാവാൻ നേരത്ത് പുതിയ തീരുമാനം എടുക്കുന്നു. കുട്ടിക്ക് പനിയുണ്ട്, പിന്നെ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ.
നമുക്ക് സേഫ് അല്ല ഞങ്ങൾ വീട്ടിൽ കൊണ്ടിട്ട് എനിക്കറിയില്ല ഗൈസ് ഇവരെന്ത് തേങ്ങാക്കുരയാണ് പറയുന്നത്. ഞാൻ പറയാം. തേങ്ങയല്ല, കഥ എന്താന്ന് വെച്ചാ അതായത് ഈ അമിത നിങ്ങൾക്കറിയാലോ, സോറി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അങ്ങേറ്റത്തിരിക്കുന്ന സുന്ദരിക്കുട്ടിയാണ് ആൻമില. പിന്നെ ഈ രണ്ടാമത്തെ കുട്ടി ഷാഹിന, എൽസ, പിന്നെ ഞാൻ അലീന, ഇത് അമിത. ഇതിലേക്ക് ഞങ്ങള് 4 പേരും ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ കുട്ടി വേറെ സ്ഥലത്താണ്, ഈ ബ്രോഡ്വേ എന്ന് പറയും. ആക്ച്വലി ഞങ്ങളുടെ കഥ പറയണമെങ്കിൽ പുറകീന്നേ വരണം. ഇറങ്ങിയിട്ട് നടന്നിട്ട് വരാം. പുറകീന്ന് വരുന്ന സമയം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും പഠിച്ചത് ഒരു കോളേജിലാണ്. അങ്ങനെ ഞങ്ങൾ ജോലിക്ക് വന്നത് നമ്മൾ പഠിച്ചത് നഴ്സിംഗ്. അതും കൂടെ പറഞ്ഞു. ഞങ്ങൾ നേഴ്സ് നടത്തി ഞങ്ങൾ എല്ലാവരും ഞാൻ ട്രോമ വാർഡ് മെഡിസിൻ ഇങ്ങനെയാണ് സ്പെഷ്യാലിറ്റി. അപ്പം ഈ കുട്ടി താമസിക്കുന്ന ഈ ബ്രോഡ്വേയിലായതുകൊണ്ട് രാത്രി ഇറ്റ്സ് നോട്ട് സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. ബിക്കോസ് ഞങ്ങളുടെ ഫ്രണ്ടാണ് വലുത്. സംസാരിക്കാൻ വയ്യ. ഇത്തിരി ഇൻട്രോവേർട്ടാണ്. പക്ഷെ ആണുങ്ങളുടെ അടുത്ത് എക്സ്ട്രോവേർട്ട്. ഓക്കെ, അതെയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇൻട്രോവേർട്ട് ആണോ വൈൻഷാപ്പിലെത്തി എന്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥലമാണ്. ആ കഥ പറയണെങ്കിൽ ഞങ്ങൾ ഒരു വർഷം പുറകോട്ട് പോകേണ്ടി വരും. അത് ഞങ്ങൾ വേറെ ദിവസം പറഞ്ഞു. അതിനെക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊരു വ്ലോഗ്, അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ അതുപോലെ മാത്രം ഞങ്ങൾ കാരണം ഇതെല്ലാം ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഞങ്ങളുടെ വ്ലോഗ് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ആ കുട്ടിയെ കണ്ടില്ലല്ലോ, ഈ കുട്ടിയെ കണ്ടില്ലല്ലോ, അതാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഞങ്ങൾ 4 ഒരു ടൗണിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ കാണും. പക്ഷേ ഈ കുട്ടീനെ ഞങ്ങൾ കുട്ടി ചിലപ്പോൾ അങ്ങോട്ട് വരും. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 1.5 hour ട്രാവൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഫ്രണ്ട്സ് കൂടെ ഉള്ളപ്പോൾ നല്ല രസമാണ്. അല്ല ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ അടിയുണ്ടാവും. ഒബിയസ്ലി എല്ലാ ഫ്രണ്ട്സുകളും ഞങ്ങളുടെ ഇടയിലും അടിയുണ്ട്. ബട്ട് നമ്മൾ നല്ല കൂട്ടായിരുന്നു അല്ലേ? നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ഫ്രണ്ട്സ് ആണ്. പിന്നെ നമ്മൾ പല ഗ്യാങ്ങുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് ഫ്രണ്ട്സ് ആയി. മോർ ദാൻ 8 years ഞങ്ങൾ ഒരു ഭയങ്കര ബോണ്ടിലാണ്. ഈ കുട്ടി സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ. പിന്നെ നിങ്ങൾ അടിയിൽ കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വ്ളോഗാണ് ഇഷ്ടം, അതനുസരിച്ച് പിന്നെ ഞങ്ങൾ UK ആയതുകൊണ്ട് ചിലരൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു UK വ്ളോഗ് ഇടാവും എന്നൊക്കെ. അതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വെറൈറ്റി തോന്നിയില്ല. ഞങ്ങൾ വ്യത്യസ്തമായ ഫ്രണ്ട്ഷിപ്പ് ബേസിസിലുള്ള ബ്ലോഗുകളായിരിക്കും ഞങ്ങളുടെ വരുന്നത്. അമിത് പറയൂ, എനിക്ക് ഈ കുട്ടി ഞങ്ങൾക്ക് വട്ടാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വട്ടാണോ? കുട്ടി ചേട്ടൻ്റെ അതിന്റെ വ്ളോഗ് നിങ്ങൾ ഇനി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്. ഞങ്ങളുടെ ഈ കുട്ടി ഈസ് ഗോയിങ് ഗെറ്റിംഗ് എൻഗേജ്ഡ് സൂൺ. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ വരും. ഞങ്ങൾ കല്യാണത്തിന് ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഡാൻസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഐ ഡോണ്ട് നോ. പിന്നെ ഓരോരുത്തരെ കുറിച്ചും സ്പെഷ്യലായിട്ട് വ്ളോഗ് ചെയ്യണമെന്നാണ് ഞങ്ങൾ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞിട്ട്. ഫസ്റ്റ് നമുക്ക് അമിതയാണ് കല്യാണം. അമിതയുടെ മാത്രമല്ല അമിത നമ്മുടെ കൂടെ കുറച്ച് നേരെ വീട്ടിലെപ്പോഴും ഇല്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ എനിക്ക് നല്ല ഉറക്കപ്പെട്ടു. ഇനി കുട്ടി ഉറങ്ങിക്കോട്ടെ. പിന്നെ ഞങ്ങൾ ഇനി ബസ്സിൽ കയറുമ്പോഴുള്ള വിശേഷം, കാരണം അവിടെ ബസ്സിൽ ഇഷ്ടംപോലെ സുന്ദരന്മാർ കാണും. സ്റ്റേ ട്യൂൺ.
ഗൈസ് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞങ്ങൾ ഇങ്ങനെ സുന്ദരന്മാരെ മാത്രം നോക്കി നടക്കുന്നതിന് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ.